കൂട്ടുകാരെ, അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരു നൈറ്റ് റൈഡ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് റൈഡൊന്നും അല്ല, ചെറിയൊരു ഷോപ്പിംഗ് പോലെ. അപ്പോൾ പണി കഴിഞ്ഞ് വന്ന ഏട്ടൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുത്തൊന്ന് റെഡി ആവാൻ പറഞ്ഞു. സർപ്രൈസായിട്ട് കൊണ്ടുപോയതാണ്. കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഉണ്ണിക്ക് വീട്ടിലിടാനും അങ്ങനെ ഒരു ഷർട്ടൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോണതും കടയിൽ കയറുന്നതും മാത്രമേ എടുത്തുള്ളൂ. കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. ഉണ്ണി കയ്യിലുണ്ടായതുകൊണ്ട് അവൻ്റെ ഒരു കംഫർട്ടും കൂടി നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് അവനത് ഇഷ്ടമല്ല. അവനെ എടുത്തിട്ട് വീഡിയോ പിടിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അത് അവനക്കും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എടുത്തില്ല. അതാണിപ്പോൾ ഇങ്ങനെ വാങ്ങിയ സാധനങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല. അവൻ ആകെ വാങ്ങിയത് ഇതൊരു ഷർട്ടാണ് കേട്ടോ. ആ കടയിൽ നിന്ന് വാങ്ങിയത്. അതൊരു ഫുട്പാത്ത് പോലത്തെ ഒരു കടയാണ്. ഫുട്പാത്ത് കടയാണ്. എല്ലാം നല്ല വില സഹായത്തിൽ കിട്ടും. ഞങ്ങൾ അത്യാവശ്യം വീട്ടിലിടുന്ന സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് വാങ്ങാറ്. ഇത് കണ്ട് ഇങ്ങനത്തെ ഒരു ഷർട്ട്, ഇതിപ്പോൾ എല്ലാ കടയിലും ഉണ്ടാവും തോന്നുന്നു ഇങ്ങനത്തെ ഷർട്ടൊക്കെ കേട്ടോ. അവന് ഷർട്ട് ഐറ്റംസ് ഒന്നും ഇല്ല. എല്ലാം ബനിയനും ഓവർകോട്ടും അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതാണ് ഇപ്പോൾ അവന് ഒരു വയസ്സ് വരെ അവൻ അങ്ങനത്തെ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോഴാണ് അവന് ആദ്യമായിട്ട് ഒരു ഷർട്ട് കിട്ടിയത് ഇട്ടത് കേട്ടോ. കുഴപ്പമില്ല, നല്ല കളർ, ഒരു നീല പോലത്തെയൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ ഒരു സാധാരണ ട്രൗസർ, ഇതൊക്കെ തന്നെ. അവന് ഇതാണ് വാങ്ങിയത്. ഈ ഷർട്ട് കണ്ടിട്ടാണ് ഏട്ടൻ കടയിൽ പോയത്. അപ്പോൾ അവന് ഇത് വാങ്ങണം. ആകെ ഇതൊരു പീസ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ. എല്ലാവരും ഒരുപാട് ആൾക്കാർ വരികയാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വൈകുന്നേരം അപ്പം തന്നെ പണി കഴിഞ്ഞ് വന്ന് കൈയോടെ തന്നെ പോയിട്ട് രാത്രി. അപ്പോൾ ഇതൊരു ജോഡിയാണ് കേട്ടോ അവൻ ആദ്യം എടുത്തത്. പിന്നെ അവന് ഈ വീട്ടിലിടാൻ പാൻറ്റുകൾ, ഇങ്ങനത്തെ പാൻറ്റുകൾ മുട്ടൊക്കെ കുത്തി നടക്കുകയല്ലേ കൂടുതലും. അപ്പോൾ ഇങ്ങനത്തെ പാൻറ്റാണ് ഞാൻ എപ്പോഴും വാങ്ങും. ഇത് 100 രൂപയ്ക്ക് 5 എണ്ണം കിട്ടുന്നില്ലേ. ഫുട്പാത്തിലൊക്കെ കൂടുതൽ ഇങ്ങനത്തെ കിട്ടും. 100 രൂപയ്ക്ക് 5 എണ്ണം, അതുപോലെ 100 രൂപയ്ക്ക് 4 എണ്ണം, അങ്ങനത്തെ കേട്ടോ. ഞാൻ അങ്ങനെയാണ് വാങ്ങാറ്. എനിക്ക് അങ്ങനത്തെയാണ് ഇഷ്ടവും. കാരണം ഇവിടെ എത്ര അടിച്ച് വൃത്തിയാക്കി വെച്ചാലും റോഡ് സൈഡ് ആയതുകൊണ്ട് കൂടുതൽ പൊടി വരും. അപ്പം മുട്ട് കുത്തി ഇങ്ങനെ നടക്കുമ്പോൾ അവനാണെങ്കിൽ എടുക്കുന്നത് ഇഷ്ടമല്ല, നിലത്തന്നെ നടക്കണം. അപ്പോൾ ഈ മുട്ട് കുത്തുന്നത് കൊണ്ട് ഭയങ്കര ചെളിയാവും. എത്ര കഴുകിയാലും അത് പോകില്ല. അപ്പോൾ ഇങ്ങനത്തെ പാൻറ്റാകുമ്പോൾ നമുക്ക് കേടുവന്നാൽ കൂടി വലിയ സങ്കടമൊന്നും വരാനില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെളിയായാലും അറിയാത്ത കളറാണ് കേട്ടോ കൂടുതലും വാങ്ങാറ്. പിന്നെ ഇങ്ങനെ പിന്നെ ഒരു പാൻറ്റും കൂടി ഉണ്ട്. ഇത് കുറച്ച് ലേറ്റായി, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇത് രാത്രി ആകുമ്പോൾ ഇട്ട് കൊടുത്താൽ നമുക്ക് തണുക്കൊന്നുമില്ല. പാൻറ്റൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനത്തെ പാൻറ്റൊക്കെ ഫുട്പാത്തിൽ നിന്ന് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടൗണിൽ പോകുമ്പോൾ 100 രൂപയ്ക്ക് അങ്ങനത്തെ കുറേ വാങ്ങിക്കൂട്ടാറുണ്ട് കേട്ടോ. ഇങ്ങനത്തെ 5 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം അവൻ ഇട്ടു അലക്കിയിട്ടിരിക്കുകയാണ്. ഇതാണ് ആ ബാക്കി 3 എണ്ണം. പിന്നെ വാങ്ങിയത് ഒരു ബനിയനാണ് കേട്ടോ. ഒരു ബനിയൻ എന്ന് പറഞ്ഞതാ അങ്ങനത്തെ ഒരു ബ്ലാക്ക്ബെറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് എനിക്കാണ് കേട്ടോ. എനിക്കൊരു ബനിയൻ. ഞാൻ അങ്ങനെ സാധാരണ ബനിയനൊന്നും വാങ്ങാറില്ല. പക്ഷെ ഇന്നലെ ഏട്ടൻ കൊണ്ടുപോയപ്പോൾ നിനക്കെന്താ വേണ്ടി ചോദിച്ചു. അപ്പം ഞാനിത് ആ ബനിയൻ ഇവിടെ ഇങ്ങനെ കടയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. 100 രൂപയുള്ളൂ. പക്ഷെ 100 രൂപ പറഞ്ഞാൽ ലോ ക്വാളിറ്റി ഒന്നും അല്ല കേട്ടോ. നല്ല നല്ല സ്മൂത്തായിട്ടുള്ള തുണിയാണ്. കണ്ടോ, നല്ല മെറ്റീരിയലൊക്കെയാണ്. കണ്ടോ, നല്ല എനിക്കിഷ്ടമായി. ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് നിൽക്കും. ഇങ്ങനത്തെ സാധാരണ ഇങ്ങനത്തെ അധികം ബനിയനൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല. ഇങ്ങനത്തെ ടോപ്പൊക്കെയാണ് ഇടാറ്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ വെറുതെ വാങ്ങിയെന്നുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ളൂ, കൂടുതലൊന്നും വാങ്ങിയില്ല. സർപ്രൈസായിട്ട് കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങിത്തരുന്നത് തന്നെയല്ലേ നമുക്കൊരു സന്തോഷം. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.